ശാസ്ത്രജ്ഞർ ഇന്നും തുറക്കാൻ ഭയക്കുന്ന ഒരു ശവകുടീരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് 2000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയായ ക്വിൻഷി ഹുവാങ്ങിന്റെ ശവകുടീരം. ഈ ശവകുടീരത്തിന് 38 സ്ക്വയർ മൈൽസ് വലിപ്പമുണ്ട് എന്നതാണ് സത്യം. അതായത് ഏകദേശം ഫ്രാൻസിലെ പാരീസ് സിറ്റിയുടെ അത്ര വലിപ്പം, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയേക്കാൾ വലിപ്പം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും വിശ്വസിച്ചേ മതിയാകൂ. ഏതായാലും ഭൂമിയുടെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള പല കാര്യങ്ങളും കണ്ടെത്തുമ്പോഴും ശാസ്ത്രലോകം ഈ ശവകുടീരത്തെ എന്തുകൊണ്ട് ഇത്ര ഭയക്കുന്നുവെന്നും ഭയക്കാൻ മാത്രം എന്താണിതിനുള്ളിലെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ശവകുടീരത്തിന്റെ കഥ തുടങ്ങുന്നത് 2000-ലധികം വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ചൈന എന്ന ഒറ്റ രാജ്യം ഉണ്ടായിരുന്നില്ല. പകരം ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ രാജ്യങ്ങളാകട്ടെ തമ്മിൽ എപ്പോഴും യുദ്ധങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തെയാണ് വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന് വിളിച്ചിരുന്നത്. അന്ന് മിത്രങ്ങൾ ശത്രുക്കളാവുകയും ലക്ഷക്കണക്കിന് പട്ടാളക്കാർ തമ്മിൽ പോരടിച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ BC 259 ക്വിൻ എന്ന രാജ്യത്ത് യിങ്ഷെങ് എന്ന ഒരു കുട്ടി ജനിച്ചു. ക്വിൻ അക്കാലത്ത് ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. വെറും 13 വയസ്സിൽ തന്റെ അച്ഛൻ മരിച്ചപ്പോൾ യിങ്ഷെങ് ക്വിൻ രാജ്യത്തിന്റെ രാജാവായി മാറുകയുണ്ടായി. പിന്നീട് അദ്ദേഹം മിടുക്കനും അതേസമയം വളരെ ക്രൂരനുമായ ഒരു ഭരണാധികാരിയായി മാറുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ തന്നെ ക്വിൻഷി ഹുവാങ് എന്ന് വിളിച്ചു. അതിനർത്ഥം ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തി എന്നാണ്. ശക്തമായ സൈന്യവും ക്രോസ്ബോ പോലെയുള്ള ആയുധങ്ങളും കർശനമായ നിയമങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം ഏകദേശം 10 വർഷം കൊണ്ട് ബാക്കിയുണ്ടായിരുന്ന 6 രാജ്യങ്ങളെയും തോൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ BC 221 ആദ്യമായി ചൈന മുഴുവനും ഒറ്റ ഭരണാധികാരിയുടെ കീഴിലായി മാറി. ഈ ചക്രവർത്തി വെറും ഒരു പോരാളി മാത്രമായിരുന്നില്ല. അദ്ദേഹം ചൈനയെ മുഴുവൻ ഉടച്ചു വാർത്തെടുക്കുകയായിരുന്നു. അദ്ദേഹം ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന തരത്തിൽ എഴുത്തുരൂപം ഏകീകരിക്കുകയും കച്ചവടം എളുപ്പമാക്കാൻ പണം ഒരേപോലെയാക്കുകയും എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള അളവുകളും തൂക്കങ്ങളും കൊണ്ടുവരികയും ചെയ്തിരുന്നു. തുടർന്ന് രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അതിർത്തി സംരക്ഷിക്കാൻ അവിടുത്തെ മതിലുകൾ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ചൈന വൻമതിൽ ഉണ്ടാകാനുള്ള കാരണം. അദ്ദേഹത്തിന്റെ ഭരണരീതി കഠിനമായിരുന്നെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ അത്രയ്ക്ക് ശക്തമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ചൈനയുടെ സംസ്കാരത്തിന്റെ അടിത്തറ അദ്ദേഹമാണെന്ന് പറയുന്നത്. ഇത്രയൊക്കെ ശക്തനായിരുന്നുവെങ്കിലും ചക്രവർത്തിക്ക് ഒരു വലിയ പേടിയുണ്ടായിരുന്നു. അതായിരുന്നു മരണത്തോടുള്ള പേടി. പഴയ ചൈനീസ് വിശ്വാസത്തിൽ മരണമില്ലാതെ ജീവിക്കുക എന്നത് എല്ലാ രാജാക്കന്മാരുടെയും വലിയ സ്വപ്നമായിരുന്നു അത്രേ. എപ്പോഴും ജീവിക്കാനുള്ള വഴി തേടി ക്വിൻഷി ഹുവാങ് പല പണ്ഡിതന്മാരെയും വൈദ്യന്മാരെയും ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ അയച്ചിരുന്നു. കടലിലൂടെ സഞ്ചരിച്ച് ഐതിഹ്യങ്ങളിലുള്ള ദ്വീപുകളിൽ ചെന്ന് അമരത്വം നൽകുന്ന മരുന്ന് കണ്ടെത്താൻ അവർ ശ്രമിച്ചു. ഇതിനിടെ മരണമില്ലായ്മ കിട്ടാൻ സഹായിക്കുമെന്ന് വിശ്വസിച്ച് അദ്ദേഹം മെർക്കുറി ചേർത്ത മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. പക്ഷേ മെർക്കുറി ശരീരത്തിന് ദോഷം ചെയ്യുമെന്നും അതൊരു തരം വിഷമാണെന്നതുമാണ് സത്യം. ഈ വിഷം കഴിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആയുസ് കുറഞ്ഞതെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മറ്റൊരു പദ്ധതി ഇടുകയായിരുന്നു. അതാണ് മരണശേഷവും ഒരു ചക്രവർത്തിയായി ഭരണം നടത്തുക എന്നത്. അങ്ങനെയാണ് ചരിത്രത്തിലെ തന്നെ വിചിത്രമായ ഈ ശവകുടീരം ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. ക്വിൻഷി ഹുവാങ്ങിന് ഒരു ചെറിയ കുഴിമാടം മതിയായിരുന്നില്ല. അദ്ദേഹത്തിന് മണ്ണിനടിയിൽ ഒരു വലിയ സാമ്രാജ്യം തന്നെ വേണമായിരുന്നു. അങ്ങനെ ഇതിനുവേണ്ടി 7 ലക്ഷത്തിനടുത്ത് തൊഴിലാളികൾ, അതിൽ പട്ടാളക്കാരും പണിക്കാരും തടവുകാരും ഉൾപ്പെടും. അവർ വർഷങ്ങളോളം കഷ്ടപ്പെട്ടു. ഈ പണി നടക്കുന്ന സമയത്ത് ഒരുപാട് തൊഴിലാളികൾ മരിച്ചുപോയിരിക്കാമെന്നും പറയപ്പെടുന്നു. ചില കഥകളിൽ പറയുന്നത് ഈ രഹസ്യം പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവരെ ഈ ശവകുടീരത്തിനുള്ളിൽ തന്നെ അടക്കം ചെയ്തു എന്നാണ്. ഷാൻസി പ്രവിശ്യയിലെ മൗണ്ട്ലി എന്ന സ്ഥലമാണ് ഇതിനുവേണ്ടി ചക്രവർത്തി തിരഞ്ഞെടുത്തത്. ഈ സ്ഥലം ധാതുക്കൾ നിറഞ്ഞതും പുരാതന വിശ്വാസമനുസരിച്ച് വളരെ നല്ല സ്ഥലവുമായിരുന്നു. അന്നത്തെ തലസ്ഥാനമായിരുന്ന സിയാൻയാങ് നഗരത്തെ അതേപോലെ മണ്ണിനടിയിലേക്ക് മാറ്റുന്ന രൂപത്തിലായിരുന്നു ഈ ശവകുടീര സമുച്ചയം ഉണ്ടാക്കിയിരുന്നത്. അതിൽ കൊട്ടാരങ്ങളും മതിലുകളും പൂന്തോട്ടങ്ങളും അടുക്കളകളും കുതിരാലയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ചക്രവർത്തിക്ക് മണ്ണിനടിയിലും തന്റെ പഴയ ജീവിതം തുടരാൻ വേണ്ടിയായിരുന്നു ഇത്. വെങ്കലം കൊണ്ടുണ്ടാക്കിയ കുതിരകളും രഥങ്ങളും വരെ ഇതിനിടയിലുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം തടയാൻ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളും ഇതിൽ ഉണ്ടാക്കിയിരുന്നു അത്രേ. ഇന്ന് ഈ സ്ഥലം മൗസോളിയം ഓഫ് ദി ഫസ്റ്റ് ക്വിൻ എംപറർ എന്നാണ് അറിയപ്പെടുന്നത്.
ഇതിന് ഏകദേശം 38 ചതുരശ്ര മൈൽ വിസ്തൃതിയുണ്ട്. ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ശവകുടീരമാണിതെന്ന് പുരാവസ്തു ഗവേഷകർ കരുതുന്നു. എങ്കിലും 50 വർഷമായി ഇവിടെ ഖനനം നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇതുവരെ പുറത്തെടുത്തിട്ടുള്ളൂ. പ്രധാന ശവകുടീരത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ചക്രവർത്തിയുടെ ഏറ്റവും പ്രശസ്തമായ ടെറാക്കോട്ട ആർമിയുടെ പ്രതിമകളുള്ളത്. അദ്ദേഹം പരാജയപ്പെടുത്തിയ ശത്രുക്കൾ കിഴക്ക് ഭാഗത്ത് നിന്നായതുകൊണ്ട് തന്നെ മരണശേഷവും അവരെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ ഈ കളിമൺ സൈന്യത്തെ ആ ഭാഗത്ത് നിർത്തുകയായിരുന്നു. ഏകദേശം 2000 വർഷത്തോളം ഈ ശവകുടീരം മണ്ണിനടിയിൽ ഒളിഞ്ഞുകിടന്നു. അവിടുത്തെ ഗ്രാമക്കാർ വിചിത്രമായ കുന്നുകളെക്കുറിച്ചും മണ്ണിനടിയിലുള്ള നിധികളെക്കുറിച്ചുമെല്ലാം കഥകൾ പറഞ്ഞിരുന്നു. പക്ഷേ ആർക്കും സത്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. 1974 സിയാന് അടുത്തുള്ള ഒരു സ്ഥലത്ത് കിണർ കുഴിക്കുകയായിരുന്ന കുറച്ച് കർഷകർക്ക് കളിമൺ രൂപങ്ങളുടെയും വെങ്കല ആയുധങ്ങളുടെയും ചില ഭാഗങ്ങൾ ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് പുരാവസ്തു ഗവേഷകർ സ്ഥലത്തെത്തുന്നത്. അങ്ങനെ അവർ കണ്ടെത്തിയത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നായിരുന്ന ടെറാക്കോട്ട സൈന്യത്തെയായിരുന്നു. അങ്ങനെ 10,000-കണക്കിന് മനുഷ്യരുടെ വലുപ്പത്തിലുള്ള പട്ടാളക്കാരുടെ രൂപങ്ങൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തു വന്നു. അവരെ കൃത്യമായ സൈനിക നിരയിൽ നിർത്തിയിരുന്നു. ഈ പട്ടാളക്കാർ എല്ലാവരും വ്യത്യസ്തരായിരുന്നു. അതായത് ചിലർക്ക് മീശയുണ്ട്, ചിലർക്ക് മീശയില്ല, ചിലർ ദേഷ്യത്തോടെ നോക്കുന്നു, ചിലർ ശാന്തരായിരിക്കുന്നു, ചിലർ ചിരിക്കുന്നു പോലുമുണ്ട്. അവരുടെ ഹെയർ സ്റ്റൈലുകളും കവചങ്ങളും ഭാവങ്ങളുമെല്ലാം ഇത് ഉണ്ടാക്കിയവർക്ക് എത്രത്തോളം കഴിവുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. ഇവയെല്ലാം അക്കാലത്തെ യഥാർത്ഥ പട്ടാളക്കാരെ നോക്കി ഉണ്ടാക്കിയതാകാം എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. കാലാൾപ്പടയെ കൂടാതെ ജനറൽമാരും കുതിരപ്പടയാളികളും അമ്പെയ്യുന്നവരും കുതിരകളും രഥങ്ങളും എല്ലാം ഇതിൽ ഉണ്ടായിരുന്നു. അതുപോലെ പട്ടാളക്കാരല്ലാത്ത ഡാൻസർമാർ, സംഗീതക്കാർ, അഭ്യാസികൾ, മൃഗങ്ങൾ എന്നിവരെയും ഇവിടെ കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്ന് ചക്രവർത്തിക്ക് മരണശേഷം ഒരു സൈന്യം മാത്രമല്ല സന്തോഷിക്കാനുള്ള വിനോദങ്ങളും വേണമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതുവരെ 4 കുഴികളാണ് ഇവിടെ കണ്ടെത്തിയത്. ആദ്യത്തേതിൽ ഏകദേശം 6000 പട്ടാളക്കാരുള്ള പ്രധാന സൈന്യമുണ്ട്. രണ്ടാമത്തേതിൽ കുതിരപ്പടയും അമ്പെയ്ത്തുകാരും യുദ്ധം ചെയ്യാനുള്ള രീതിയിൽ നിൽക്കുന്നു. മൂന്നാമത്തേത് ഉയർന്ന ഉദ്യോഗസ്ഥർക്കുള്ള കമാൻഡ് സെന്റർ പോലെയാണ്. 4ാമത്തെ കുഴി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ചക്രവർത്തി പെട്ടെന്ന് മരിച്ചതുകൊണ്ട് പണി പൂർത്തിയാകാത്തതാകാം എന്ന് കരുതപ്പെടുന്നു. പക്ഷേ ഇതെല്ലാം ഈ വലിയ ശവകുടീരത്തിന്റെ പുറത്തുള്ള ഭാഗങ്ങൾ മാത്രമാണ്. ഇതിന്റെ നടുവിലാണ് ഏറ്റവും വലിയ രഹസ്യം. അതാണ് ചക്രവർത്തിയുടെ അടച്ചുപൂട്ടിയ ശവകുടീരം. പഴയകാല എഴുത്തുകളിൽ, പ്രത്യേകിച്ച് ചരിത്രകാരനായ സിമാക്വിയാന്റെ എഴുത്തുകളിൽ ഈ ശവകുടീരത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയതനുസരിച്ച് ശവകുടീരത്തിനുള്ളിൽ ചൈനയിലെ വലിയ നദികളായ യാങ്സി, യെല്ലോ നദി എന്നിവയെ കാണിക്കാൻ മെർക്കുറി കൊണ്ട് ഉണ്ടാക്കിയ നദികളും കടലുകളും ഉണ്ടായിരുന്നു അത്രേ. മേൽക്കൂരയിൽ നക്ഷത്രങ്ങളെയും ആകാശത്തെയും വരച്ചിരുന്നു. തറ ചൈനയുടെ ഭൂപടം പോലെയായിരുന്നു എന്നും പറയപ്പെടുന്നു. അകത്ത് കൊട്ടാരങ്ങളും നിധികളും ചക്രവർത്തിയുടെ ശവപ്പെട്ടിയും ഉണ്ടായിരുന്നു. അകത്ത് കയറുന്നവരെ വെടിവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്രോസ്ബോ കെണികളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആദ്യം ഈ കഥകളൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ശാസ്ത്രീയ പരിശോധനകളിൽ ശവകുടീരത്തിന് ചുറ്റുമുള്ള മെർക്കുറിയുടെ അളവ് സാധാരണയേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. ഇതിൽ നിന്ന് മെർക്കുറി ശവകുടീരത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ കണ്ടെത്തൽ സിമാക്വിയാന്റെ വാക്കുകൾ ശരിയാണെന്ന് തെളിയിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത് തുറക്കുന്നത് വളരെ അപകടകരമാണത്രേ. കാരണം മെർക്കുറിയിലെ വിഷം കാരണം മാത്രമല്ല, ഇതിനുള്ളിലെ സാധനങ്ങൾ വളരെ ദുർബലമായതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ടെറാക്കോട്ട സൈന്യത്തെ പുറത്തെടുത്തപ്പോൾ വായുവുമായി ചേർന്നപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന്റെ നിറങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ ശവകുടീരം തുറന്നാൽ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കുമെന്ന് ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇന്നും ഈ പ്രധാന ശവകുടീരം തുറക്കാത്തത്. പകരം ഗവേഷകർ ഇതിനുള്ളിലേക്ക് ഒന്നും കടക്കാത്ത വിധം റഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് മണ്ണിനടിയിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത് ഭാവിയിൽ സുരക്ഷിതമായി തുറക്കാൻ കഴിയുമെന്ന് ചില ഗവേഷകർ കരുതുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇതിലെ സാധനങ്ങൾ സംരക്ഷിക്കാനും ചക്രവർത്തിയോട് ബഹുമാനം കാണിക്കാനും വേണ്ടി ഇത് എന്നേക്കുമായി അടച്ചു തന്നെ വെക്കണം എന്നാണ്. അങ്ങനെ ക്വിൻഷി ഹുവാങ്ങിന്റെ ശവകുടീരം ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായി തുടരുന്നു.